ഇന്നത്തെ എൻ്റെ റെസിപ്പി ആവിയിൽ കുക്ക് ചെയ്തെടുത്ത ഒരു പലഹാരമാണ്. നമ്മൾ എണ്ണയൊന്നും ചേർക്കാതെ ഉണ്ടാക്കുന്ന പലഹാരമാണ്. വളരെ ഹെൽത്തിയാണ്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനും എല്ലാം കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി പലഹാരമാണ്. ഈ പലഹാരം ഉണ്ടാക്കാൻ 1.5 ഗ്ലാസ് പച്ചരി എടുത്തിട്ടുണ്ട്. ഒരു 200 ഗ്രാം വരും. അത് വൈകുന്നേരം ഞാൻ വെള്ളത്തിലിട്ട് കുതിർത്തതിന് ശേഷം രാവിലെയാണ് അരയ്ക്കുന്നത്. അപ്പം നമ്മൾ അരിയുടെ കൂടെ 1 കപ്പ് ചോറും കൂടി ഇടുന്നുണ്ട്. എന്നിട്ട് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം. ഇതിൻ്റെ കൂടെ നമ്മൾ ഈസ്റ്റ് 2 ടീസ്പൂൺ ഈസ്റ്റും കൂടെ ഇടുന്നുണ്ട്. നമ്മൾ ഈ പച്ചരി നന്നായിട്ട് കഴുകിയതിന് ശേഷം ലാസ്റ്റ് നമ്മൾ ആ വെള്ളത്തിൽ കുതിർത്ത് വയ്ക്കില്ലേ, ആ വെള്ളം വെച്ച് വേണം നമുക്ക് ഈ പച്ചരി അരച്ചെടുക്കാൻ. ഇതിൻ്റെ കൂടെ ഞാൻ 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ എടുത്തിട്ടുണ്ട്. അത് പഞ്ചസാര വേണ്ടാന്നുണ്ടെങ്കിൽ അത് അവോയ്ഡ് ചെയ്യാം. പക്ഷേ പഞ്ചസാര ആവശ്യത്തിന് ഇടണം, എന്നാലേ ഒന്നുകൂടെ നന്നായി പൊങ്ങി വരത്തുള്ളൂ ഈസ്റ്റൊക്കെ ഇടുമ്പോഴേ. മാവ് നന്നായി അരച്ചിട്ട് കൈ നല്ലതുപോലെ കഴുകി കൈ കൊണ്ട് തന്നെ ആ മാവ് നല്ല ഒന്ന് മിക്സ് ചെയ്ത് വെക്കണം. അപ്പോഴാണ് മാവ് നല്ല പുളിച്ചു വരുന്നത്. മാവ് അരച്ചതിന് ശേഷം ഒരു 4-5 മണിക്കൂറിന് ശേഷമാണ് ഞാൻ ഈ പലഹാരം ഉണ്ടാക്കിയത്. അപ്പം മാവ് ഇവിടെ നന്നായി പുളിച്ചു വന്നിട്ടുണ്ട്. നോക്കിക്കേ, ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ. ആവശ്യത്തിനുള്ള ഉപ്പിട്ടതിന് ശേഷം ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഈ പലഹാരം ഉണ്ടാക്കാം. നമ്മൾ ദോശയ്ക്കൊക്കെ ഇങ്ങനെ മാവിട്ട് നല്ല മിക്സ് ചെയ്യത്തില്ലേ തവി കൊണ്ടൊക്കെ, അത്രയൊന്നും മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് ഞാനിവിടെ സ്റ്റീലിൻ്റെ ചെറിയ ബൗളില്ലേ, നമ്മൾ കറികളൊക്കെ വിളമ്പുന്ന ആ ബൗളിനകത്ത് കുറച്ച് നെയ്യൊന്ന് തടവി കൊടുത്തതിന് ശേഷമാണ് ഈ മാവ് ഒഴിച്ച് കൊടുക്കുന്നത്. നമ്മൾ ഫുള്ള് മാവ് ഒഴിക്കരുത്, എന്താണെന്ന് പറഞ്ഞാൽ ഇത് പൊങ്ങി വരും നല്ല. അപ്പോൾ അതിനനുസരിച്ചിട്ട് വേണം മാവ് ഒഴിച്ച് കൊടുക്കാൻ. എന്നിട്ട് നമുക്ക് ഒരു ഇഡ്ഡലിത്തട്ടിൻ്റെ തട്ട് വെച്ചിട്ട് ഇത് ആവിയിൽ വേവിച്ചെടുക്കാം. അടിപൊളി ടേസ്റ്റാണ്. പിന്നെ ഇത് നമ്മളാണെങ്കിൽ വെന്തതിന് ശേഷം ഇതിൻ്റെ കൂടെ നോൺ വെജ് കൂട്ടി കഴിക്കാൻ അടിപൊളിയാണ്. ഞാനിവിടെ ചിക്കൻ കറിയുടെ കൂടെയാണ് കഴിച്ചത്. പിന്നെ അതല്ല, അത് വേണ്ടാന്നുള്ളവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ചട്നിയുടെ കൂടെ കഴിക്കാം. അതുമല്ല, നിങ്ങൾക്ക് കറിയൊന്നുമില്ലാതെ കുറച്ചുകൂടെ ഷുഗർ കൂടുതലിട്ടിട്ട് സ്വീറ്റായിട്ട് കഴിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. നമ്മുടെ പലഹാരം വെന്തോന്ന് നോക്കാൻ ഒരു ടൂത്ത് പിക്സ് വെച്ചിട്ട് കുത്തി നോക്കിയാലും മതി. ഇതിപ്പോൾ ഇവിടെ വെന്തിട്ടുണ്ട്, അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഒരു ചെറുതായിട്ട് ഒന്ന് തണുത്തതിന് ശേഷം നമുക്ക് ഇതിൽ നിന്ന് എടുത്ത് മാറ്റാം. ഇതിനകത്ത് വേറൊന്നും നമ്മൾ ആഡ് ചെയ്തിട്ടില്ല, എണ്ണയൊന്നും ചേർക്കാത്തതുകൊണ്ട് വളരെ ഹെൽത്തിയാണ്. എല്ലാവരും ട്രൈ ചെയ്യുക. എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ.